ഉദാഹരണം മാത്രമാകുന്നു ഇവിടെ വെക്കുന്നത്. ഇത്രയും ഈ രൂപത്തിലുള്ള അനേകം ഉദാഹരണങ്ങൾ മനുസ്മൃതിയിലും മറ്റു പല സ്മൃതികളിലും നമുക്ക് പരിശോധിച്ചാൽ കാണാവുന്നതാണ്. നാരദ സ്മൃതിയിൽ പറയുകയാണ്, അവിദ്വാംശ്ചൈ വവിദ്വാശ്ച ബ്രാഹ്മണോ ദൈവതം മഹൻ. വിഡ്ഢിയായാലും വിദ്വാനായാലും ബ്രാഹ്മണൻ ഈശ്വരന് തുല്യനാണ്. ബ്രാഹ്മണൻ വിഡ്ഢിയായിരുന്നാലും ശരി, അതല്ല അയാൾ വിദ്വാനായിരുന്നാലും ശരി, അവൻ ഏത് രൂപത്തിലുള്ളവനായിരുന്നാലും അവൻ ദൈവത്തിനോട് തുല്യമാകുന്നു. ദൈവത്തെ പോലെ ബഹുമാനിക്കേണ്ടതാണ് അവനെ. പ്രാണീതച്ച പ്രതിതച്ച യഥാ നിർദേവതം മഹൽ. കാരണം അഗ്നി അത് അടുപ്പിലായിരുന്നാലും ചുടയിലയിലായിരുന്നാലും പൂജിക്കപ്പെടേണ്ടതാണല്ലോ. തീയിനെ അത് അടുപ്പിൽ കത്തിക്കുന്ന തീയായിരുന്നാലും ചുടലയിൽ അവിടെ കത്തുന്ന തീയായിരുന്നാലും രണ്ടിനെയും ആരാധിക്കപ്പെടുന്ന പോലെ ബ്രാഹ്മണൻ അവൻ വിദ്യാഭ്യാസമുള്ളവനും തന്റെ ഇടമുള്ളവനുമാണെങ്കിലും അവൻ ആരാധിക്കണം. അതല്ല അവൻ പരമവിഡ്ഢിയും ഒന്നിനും കൊള്ളാത്തവനുമാണെന്നെങ്കിലും അവനെ ബഹുമാനിക്കേണ്ടതാണ് എന്നത്രേ സ്മൃതിയിൽ നാരദ സ്മൃതി പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ മറ്റു സ്മൃതികളിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ സമയം വളരെ ദീർഘിക്കുമെന്നതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനൊന്നും വിശദീകരിക്കുന്നില്ല. എങ്കിലും ചുരുക്കിക്കൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്ന അല്ലെങ്കിൽ കണ്ടെത്താവുന്ന ചില കാര്യങ്ങളുണ്ട്. ഹിന്ദുമതത്തിൽ വേദം അതല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പാരായണം ചെയ്യാനുള്ള അനുവാദം ബ്രാഹ്മണർക്ക് മാത്രമാകുന്നു. ശുദ്ധരന് അത് ഒരു കാരണവശാലും പാരായണം ചെയ്തുകൂടാ. ബൃഹസ്പതി സ്മൃതിയിൽ പറയുന്നത് വേദപാരായണം ചെയ്യുന്ന ശുദ്രന്റെ നാവറുത്തു കളയണം എന്നത്ര പറയുന്നത്. അതുപോലെ തന്നെ ബ്രാഹ്മണനെ ബഹുമാനിക്കാത്ത ശുദ്രന്റെയും നാവറുത്തു കളയണമെന്ന് ബൃഹസ്പതി സ്മൃതി പറയുന്നു. നാരദ സ്മൃതി ഈ രണ്ട് കുറ്റങ്ങൾക്ക്, അതായത് വേദപാരായണം ചെയ്യുകയോ ബ്രാഹ്മണനെ ബഹുമാനിക്കാതിരിക്കുകയോ ചെയ്യുന്ന ശുദ്രന് നൽകേണ്ട ശിക്ഷ പറയുന്നത് 10 ഇഞ്ച് നീളമുള്ള ചുട്ട ഇരുമ്പ് ചൂട് പിടിപ്പിച്ച് അവന്റെ വായിൽ കടത്തി വെക്കണമെന്നാണ്. ഇനി വേദപാരായണം ചെയ്യാൻ മാത്രമല്ല, വേദം വിശദീകരിക്കുന്നതോ അല്ലെങ്കിൽ വേദത്തിലെ കഥനങ്ങൾ കേൾക്കുന്നോ വേദം കവിക്കുന്നത് കേൾക്കുവാനോ അതിന് ശൂദ്രന് അവകാശമില്ല. ഗൗതമ ധർമ്മശാസ്ത്രത്തിന്റെ നിയമമനുസരിച്ചുകൊണ്ട് മതപരമായ കഥനം കേൾക്കുന്ന ശൂദ്രന്റെ കാതിൽ ഈയം ഒരുക്കി ഒഴിക്കേണ്ടതാണ്. ഇനി മാത്രമല്ല, വളരെ പ്രസിദ്ധമായ മനുസ്മൃതി തന്നെ പറയുന്നത്, ബ്രാഹ്മണനോടുകൂടി ഒരേ ഇരിപ്പിടത്തിൽ ഒരു ശൂദ്രൻ ഇരിക്കുന്നത് കണ്ടാൽ അവന്റെ പൃഷ്ഠഭാഗം അറുത്തു കളയുകയും എന്നിട്ട് പിന്നീട് അവനെ നഗരത്തിൽ നിന്ന് ഓടിക്കുകയും ചെയ്യേണ്ടെന്നാണ്. എന്തിനധികം ശൂദ്രന് സ്വന്തമായി കൊണ്ട് സമ്പാദിക്കുവാനോ സ്വയം സ്വത്തുണ്ടാക്കുവാനോ അവകാശമില്ല. മനുസ്മൃതിയിലെ നിയമമനുസരിച്ചുകൊണ്ട് ശൂദ്രൻ സ്വയം സ്വത്ത് സമ്പാദിച്ചുകൂടാ. ഇനി അഥവാ ഏതെങ്കിലും ഒരു ശൂദ്രൻ അഥവാ ഒരു താഴ്ന്ന ജാതിക്കാരൻ സ്വത്ത് സമ്പാദിക്കുകയാണെങ്കിൽ അത് പിടിച്ചെടുക്കുവാൻ ബ്രാഹ്മണന് അവകാശമുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു മതത്തിന്റെ നിയമവും നിർദ്ദേശവുമാണ് ഇത് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവം ഈ രൂപത്തിൽ മനുഷ്യനെ വിവിധ തട്ടുകളും വിവിധ ഇനങ്ങളുമായി കൊണ്ട് സൃഷ്ടിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധ്യമാണോ? ഇല്ല, ഒരിക്കലും സാധ്യമല്ല. ഇസ്ലാം മതത്തിലെ വിളംബരം ചെയ്യുന്നത്, ഇസ്ലാം വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു, മനുഷ്യനെല്ലാം തന്നെ ഒരേ വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരേ സൃഷ്ടിയിൽ നിന്ന് ജനിച്ച സന്താനങ്ങളാണ് എന്ന്. പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്: യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ജനങ്ങളെ, നിങ്ങളെ എല്ലാവരെയും ഒരേ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും, അഥവാ നിങ്ങളെ ബ്രാഹ്മണനായും ക്ഷത്രിയനായും ശൂദ്രനായും വൈശ്യനായും ഈഴവനായും തീയനായിക്കൊണ്ടും നായരും നമ്പൂതിരിയുമായി കൊണ്ട് ദൈവം സൃഷ്ടിച്ചിട്ടില്ല. മറിച്ച് നിങ്ങളെല്ലാവരെയും പിതാവ് ഒരൊറ്റ ആളാകുന്നു.
അയാളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും മാതാവ് അയാൾ ബ്രാഹ്മണായിരുന്നാലും ക്ഷത്രിയനായിരുന്നാലും ശുദ്രനും മരീചനും വീരകനുമായിരുന്നാലും പിന്നോക്ക ജാതിക്കാരനായിരുന്നാലും ശരി, എല്ലാവരുടെയും പിതാവും മാതാവും ഒരേ ആളാവുന്നു. ഒരേ പിതാവിൽ നിന്നും ഒരേ മാതാവിൽ നിന്നുമാവുന്നു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഈ വ്യത്യാസമേയില്ല. ഖുർആൻ പ്രഖ്യാപിക്കുകയുണ്ടായി 49-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ, ജനങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. ഇസ്ലാമിന്റെ പ്രഖ്യാപനം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ലോകത്തെവിടെയുമില്ലാത്ത സ്വാതന്ത്ര്യം, മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും ബാലബോധവും പോലും അറിയാത്തൊരു കാലഘട്ടത്തിൽ ഇസ്ലാം പ്രഖ്യാപിച്ചു. കാരണം ഏകദൈവ വിശ്വാസത്തിന്റെ പരിണിതപരമായിരുന്നത്. കാരണം ദൈവത്തിനറിയാം, ഞാൻ അവരെ എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണെന്ന്. അതുകൊണ്ട് തന്നെ അവരിൽ ഒരാൾ കറുത്തവനാണ്, അല്ലെങ്കിൽ വെളുത്തവനാണ്, മറ്റൊരാളുടെ ഭാഷ ഹിന്ദിയാകുന്നു, വേറൊരുത്തവന്റെ ഭാഷ മലയാളമാകുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആകുന്നു, അറബി ആകുന്നു എന്ന പേരിൽ മനുഷ്യർ തമ്മിൽ വ്യത്യാസമുണ്ടായിക്കൂടാ. ഒരുത്തന്റെ തറവാട് ഉയർന്ന തറവാടാണ്, മറ്റൊരുത്തന്റെ താഴ്ന്നവനാണ് എന്ന വ്യത്യാസവുമില്ല. മറിച്ച് നിങ്ങളെ ഇങ്ങനെ പല ദേശക്കാരും പല ഗോത്രങ്ങളുമാക്കിയതിന്റെ പിന്നിൽ നിങ്ങൾ പരസ്പരം അഭിമാനം പറയുവാനോ, ഒരുത്തനെ താഴ്ത്തിക്കെട്ടുവാനോ, മറ്റൊരുത്തനെ പിന്നോക്കക്കാരനാക്കുവാനോ, ഒരുത്തനെ തൊട്ടുകൂടാത്തവനും വേറൊരുത്തനെ തിരിച്ചുകൂടാത്തവനും ആക്കി മാറ്റുവാനോ വേണ്ടിയല്ല. മറിച്ച് നിങ്ങൾ അങ്ങനെ വിവിധ സമൂഹങ്ങളും ഗോത്രങ്ങളുമായത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയത്രേ. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നിങ്ങളെ ഗോത്രങ്ങളാക്കിയതും നിങ്ങളെ വിവിധ കുടുംബങ്ങളാക്കിയതും നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങളിൽ നിന്ന് ഉയർന്ന കുടുംബത്തിൽ നിന്ന് ജനിച്ചവൻ വെട്ടിയാണെങ്കിലും ദൈവത്തിന്റെ അടുക്കൽ അവന് ശ്രേഷ്ഠനല്ല. അതുപോലെ തന്നെ താഴ്ന്ന കുടുംബത്തിൽ നിന്ന് ജനിച്ചവൻ, താഴ്ന്ന കുടുംബമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജനിച്ചവൻ അവൻ വിദ്വാനാണെങ്കിലും ദൈവത്തിന്റെ അടുക്കൽ നിന്നിനുമല്ല. ഖുർആന്റെ പ്രഖ്യാപനം അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ അവൻ ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും ശുദ്രനാണെങ്കിലും ഇംഗ്ലീഷുകാരനാണെങ്കിലും മലയാളിയാണെങ്കിലും അറബിയായിരുന്നാലും ശരി, അവൻ ശ്രേഷ്ഠനാകുന്നു. അതല്ല ദൈവത്തെ ധിക്കരിക്കുന്നവനാണെങ്കിൽ, അവൻ ഏത് ഗോത്രത്തിൽ പറഞ്ഞവനാണെങ്കിലും ശരി, അവൻ നിന്നിനുമാകുന്നു എത്രേ. അതാണ് പരിശുദ്ധ ഖുർആൻ തുടർന്ന് പ്രഖ്യാപിച്ചത്. ഇന്ന അക്രമക്കും ഇന്നല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ നിങ്ങളിൽ വെച്ച് ദൈവത്തെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവനത്രേ. അതല്ലാതെ അവിദ്വാംശ്ച ബ്രാഹ്മണോ ദൈവതം മഹൽ, വിദ്വാനായിരുന്നാലും വെട്ടിയായിരുന്നാലും ബ്രാഹ്മണൻ ദൈവത്തിന്റെ അടുക്കൽ ശ്രേഷ്ഠമാകുന്നു എന്ന നാരദ സ്മൃതിയിലെ ശ്ലോകങ്ങളെ പോലെയുള്ള വിശ്വാസങ്ങൾ ഒരിക്കലും ഇസ്ലാം വെച്ചു പുലർത്തുന്നില്ല. മറിച്ച് മനുഷ്യരെല്ലാം തന്നെ ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങളാകുന്നു. അവരിൽ വെച്ച് ആരാണോ വിദ്വാനും ദൈവത്തെ സൂക്ഷിക്കുന്നവനുമാകുന്നവൻ അവൻ ദൈവത്തിന്റെ അടുക്കൽ ശ്രേഷ്ഠനത്രേ. അവരിൽ വെച്ച് ആര് ദൈവത്തെ ധിക്കരിക്കുകയും വെടിയായി ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ദൈവത്തിന്റെ അടുക്കൽ സ്ഥാനമില്ലാത്തവനാകുന്നു എന്നതത്രേ ഖുർആന്റെ പ്രഖ്യാപനം. മാത്രമല്ല, മുസ്ലിങ്ങളോടും മനുഷ്യ സമൂഹത്തോടും ഒന്നായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് ഇപ്രകാരമാണ്: ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ, ഈ ജനസമൂഹം ഇവരെല്ലാം ഒരൊറ്റ സമുദായമാകുന്നു, ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരാണിന്റെയും ഒരു പെണ്ണിന്റെയും സന്താനങ്ങളായിക്കൊണ്ട് ലോകത്തിന്റെ നാനാദിക്കുകളിൽ ജീവിച്ചു വരുന്ന ഈ മഹാസമൂഹം, ഈ മനുഷ്യസഞ്ചയം ഒരൊറ്റ സമുദായമാകുന്നു. വഅന റബ്ബുക്കും ഫഅബ്ദൂൻ, ഞാൻ നിങ്ങളുടെ രക്ഷകർത്താവാകുന്നു, നിങ്ങളെ ഞാൻ മാത്രം ആരാധിക്കൂ എന്ന് ഖുർആൻ കൽപ്പിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തെക്കാൾ ഏറ്റവും ബുദ്ധിപൂർവമായത് എങ്ങെന്നും നിലനിൽക്കുന്ന, ജീവിക്കുന്ന, മരിച്ചുപോകാത്ത, മനുഷ്യനെ സൃഷ്ടിക്കാത്ത, മനുഷ്യരെ സൃഷ്ടിച്ച ദൈവമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, മനുഷ്യരുടെ ഇടയിൽ സ്നേഹവും ഐക്യവും സമത്വവും സ്വാതന്ത്ര്യവും നിലനിൽക്കണമെങ്കിൽ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ സംഹിതക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാര്യം പ്രബോധനം ചെയ്യുവാൻ വേണ്ടി ലോകത്തെല്ലാ കാലഘട്ടങ്ങളിലും ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള ദൈവദൂതന്മാർ വന്നുകൊണ്ട് ഈ കാര്യം ജനങ്ങളോട് ഉത്ബോധിപ്പിച്ചു. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തും ഇതുപോലുള്ള പ്രബോധകർ കടന്നു വന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാവണം പലതരം തിരുത്തലുകൾക്കും വിധേയമായ നമ്മുടെ വേദങ്ങളും
അതുപോലെ സ്മൃതികളും അവയിൽ നാം പരിധി നോക്കുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിലെങ്കിലും ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കണമെന്നും ദൈവത്തെ വിളിക്കണമെന്നും കൽപ്പിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാം. ഉദാഹരണമായിക്കൊണ്ട് നേരത്തെ നാം ചൂണ്ടിക്കാണിച്ച പ്രാർത്ഥന തന്നെ പരിശോധിച്ചു നോക്കൂ. ഓം അസതോമ സത്കമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. ഓം സർവവ്യാപിയായ ദൈവമേ, അസത്യത്തിൽ നിന്ന് എന്നെ സത്യത്തിലേക്ക് നീ നയിക്കണമേ. തമസിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് വിജ്ഞാനത്തിന്റെ ജ്യോതിഷിലേക്ക്, പ്രകാശത്തിലേക്ക് നീ എന്നെ നയിക്കണമേ. അതുപോലെ നാശത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് നിത്യജീവനത്തിലേക്ക്, മരണമില്ലാത്ത ലോകത്തേക്ക് നീ എന്നെ നയിക്കണമേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നതായി കാണാം. ഈ കാര്യം തന്നെ സത്യത്തിലേക്കും അതുപോലെ തന്നെ പ്രകാശത്തിലേക്കും വിജ്ഞാനത്തിലേക്കും മരണമില്ലാത്ത ജീവിതത്തിലേക്കും നയിക്കണം എന്നുള്ള സന്ദേശം തന്നെ പരിശുദ്ധ ഖുർആനും പ്രഖ്യാപിക്കുന്നതാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ദൈവമേ നീ ഞങ്ങളെ നേരായ വഴിയിലേക്ക് നയിക്കണം എന്ന പ്രാർത്ഥനയും ഈ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. ഇനി മാത്രമല്ല, മഹാനിർവാണ സ്തോത്രത്തിൽ ഏകനായ ദൈവത്തെ ആരാധിക്കാൻ ആജ്ഞാപിക്കുന്നതുകൂടി നമുക്ക് കാണാവുന്നതാണ്. ഓം നമസ്തേ സദേ സർവ ലോകാശ്രയായ നമസ്തേ ചിത വിശ്വരോഗാത്മകായ നമോ ദൈവത്ത തത്വായ മുക്തിപ്രഭായ നമോ ബ്രഹ്മണേ വ്യാപിനേ നിർഗുണായ സർവലോകങ്ങൾക്കും ആശ്രയമായിട്ടുള്ളവനെ ചിദാനന്ദ സ്വരൂപനെ ദൈത്യതത്വമേ മുക്തിവാദമേ സർവവ്യാപകമായ നിർഗുണ ബ്രഹ്മമേ അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും പറയുകയാണ്. തദേകം സ്മരാത്മദേകം ജപാമ തദേകം ജഗൽ സാക്ഷി രൂപം നമാമ തദേകം നിധാനം നിരാലംബമീശം ഭവാം ബോധിപ്രാദം ശരണ്യം പ്രജാമ. ഒന്നായ അങ്ങയെ മാത്രം ഞങ്ങൾ സ്മരിക്കട്ടെ. തദേകം സ്മരാത്മദേകം ജപാമ, ഒന്നായ അങ്ങയെ മാത്രം ഞങ്ങൾ സ്മരിക്കട്ടെ. ഏകനായ ഈശ്വരന്റെ തിരുനാമങ്ങൾ ജപിക്കട്ടെ. തദേകം ജഗൽ സാക്ഷി രൂപനമാമ, ഏകനായ ഈശ്വരന്റെ തിരുനാമങ്ങൾ ജപിക്കട്ടെ. ജഗൽ സാക്ഷി സ്വരൂപനായ ആ ഒന്നിനെ മാത്രം നമസ്കരിക്കട്ടെ. സത്താമാത്രവും ഒരേയൊരു ആശ്രയസ്ഥാനവും നിരാധാരവും ഭവസാഗരം തരണം ചെയ്യുവാൻ സഹായിക്കും തരത്തിലുമായ അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഈ ഭർത്താവിനെ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഏകനായ ദൈവത്തെ തിരുമാനങ്ങൾ മാത്രം ജപിക്കട്ടെ എന്നും അതിനെ മാത്രം ആരാധിക്കട്ടെ എന്നും അതുമാത്രമാണ് ആശ്രയസ്ഥാനമെന്നും ഈ സ്തോത്രത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നതായിക്കൊണ്ട് നാം കാണുകയാണ്. ഇതേ കാര്യം തന്നെയാണ് പരിശുദ്ധ ഖുർആനും ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന സന്ദേശം. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ മാത്രം അല്ലെങ്കിൽ സാക്ഷാൽ ദൈവത്തെ മാത്രം ആരാധിക്കുക. വലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അവനിൽ ഒരു പങ്കുകാരെയും ഉണ്ടാക്കിക്കൂടാ എന്ന്. ഈ കാര്യം ജനങ്ങളെ ഉപദേശിക്കുവാൻ വേണ്ടി ലോകത്ത് ധാരാളം ദൈവദൂതന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ദൈവദൂതന്മാർ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ദേശങ്ങളിലും പ്രബോധനം നടത്തിയിരുന്നു. പക്ഷേ കാലാകാലങ്ങളിൽ രാജാക്കന്മാരും അതുപോലെ തന്നെ സ്വാർത്ഥ താൽപര്യങ്ങളായ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ദൈവം നൽകിയ ശരിയായ നിയമനിർദ്ദേശങ്ങളെ മാറ്റിമറിക്കുകയും എന്നിട്ട് തങ്ങളിൽ ഒരു വിഭാഗത്തിന് ശ്രേഷ്ഠത ലഭിക്കുവാനും മറ്റൊരു വിഭാഗത്തെ അടിമകളും എപ്പോഴും തങ്ങളുടെ കാൽ തുടക്കുന്നവരുമാക്കി മാറ്റുവാൻ വേണ്ടി സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും ഏകദൈവവിശ്വാസത്തിൽ നിന്ന് അവരെ അകറ്റുകയും ചെയ്തു. ഇങ്ങനെ ആയിരം പ്രവാചകന്മാര് ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള സന്ദേശമായി വന്നുവെങ്കിലും കാലാകാലങ്ങളിലുള്ള ഈ വ്യത്യാസത്തിന്റെ ഫലമായിക്കൊണ്ട് അവിടങ്ങളിലെല്ലാം തന്നെ ബഹുദൈവ വിശ്വാസം പ്രാപിക്കുകയുണ്ടായി. ഇത്തരമൊരു സന്ദർഭത്തിൽ ലോകത്തുള്ള മനുഷ്യന് മുഴുവനും തന്നെ നീതിയുടെയും ഏകദൈവ വിശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായിക്കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ മുഹമ്മദ് അല്ലാഹുവിന്റെ കരുണാ കടാക്ഷങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരിക്കട്ടെ. അദ്ദേഹം മക്കയിൽ പൂജാതനായി.
മക്കയിൽ അവിടെ നിലനിന്നിരുന്ന ബഹുദൈവവിശ്വാസത്തിനും അതുപോലെ തന്നെ ജനങ്ങളെ വിവിധ തട്ടുകളാക്കി മാറ്റുന്ന സമ്പ്രദായങ്ങൾക്കുമെതിരായിക്കൊണ്ട് അദ്ദേഹം പോരാടുകയുണ്ടായി. ആ പോരാട്ടത്തിന്റെ ഫലമായിക്കൊണ്ട്